നമ്മളെ ഇടത് പോയി അത്രേ ഉള്ളൂ. ശരിക്കൊറ്റുകാരൻ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞ തെറ്റെന്ന് പറയാൻ നോക്കില്ല. നിലമ്പൂർ ഇലക്ഷനെ പറ്റി എന്താ പറയാനല്ലേ? ഒന്നും പറയല്ല. നമ്മൾ ആഗ്രഹിച്ചിട്ടേ ഇല്ല. അത് ഇപ്പോഴത്തെ ഭരണത്തിന്റെ ആ മികവാണ് എം സ്വരാജിന്റെ തോൽവി. യാത് മന്ത്രി വന്നാലും യാത് ആര് വന്നിരുന്നാലും അവരവർ പാടുപെട്ടാലേ തിന്നാൻ പറ്റുള്ളൂ. അത് കണക്കാണ്. അച്ഛൻ രാഷ്ട്രീയക്കാരനായിരുന്ന മകനാകുമ്പോൾ പറയാം, ഡോക്ടറുടെ മക്കള് ഡോക്ടറാവുന്നില്ല. അൻവറിനെ ആരോടോ ദേശീയ പക തീർക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്ന പോലെയാണ് അദ്ദേഹത്തിന്റെ അർത്ഥതമല്ല തോന്നിയിട്ടുള്ളത്. അവിടെ BJP ഇല്ലല്ലോ, പിന്നെ ഇങ്ങനെ സ്ഥാനാർത്ഥിയാണ്. പിണറായി അറിയാം, മോഡിയെ അറിയാം. ഇതാണ് അൻവർ എന്നത് ആ ചേരിയില് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സൈഡാണ്. കറണ്ട് പോലും കിട്ടുന്നില്ല. പിന്നെയാണ് ഇനി ഇവര് ഭരിച്ചിട്ട് കാര്യം. ആര് ഭരിച്ചാലും ഗുണമില്ല. ഇതുകൊണ്ടൊന്നും കോൺഗ്രസ് ഉയർന്നു വരാൻ സാധ്യതയില്ല. ഇത് തന്നെയാണ്. നിലമ്പൂർ ഇലക്ഷനെ പറ്റി ഒന്നും അറിഞ്ഞില്ല. എല്ലാ കണ്ണുകളും നിലമ്പൂരിലേക്കായിരുന്നു. ഉപതിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ 11,077 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് വിജയിച്ചത് ആര്യാടൻ ഷൗക്കത്ത്. നിലമ്പൂരിൽ പ്രതിഫലിച്ചത് ഭരണവിരുദ്ധ വികാരമാണോ? നിലമ്പൂരിലെ ഇലക്ഷനെ സ്വാധീനിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? ആളുകൾക്കും പറയാനുണ്ട്. അൻവറിന്റെ ഒരുവപ്പെട്ട പിള്ളേർക്ക് അറിഞ്ഞു. പിണറായി അറിയാം, മോഡിയെ അറിയാം. ഇതാണ് അൻവർ എന്നത് ആ ചേരിയില് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സൈഡാണ്. അല്ല, അതിപ്പോ ആരായാലും ഒരാൾ ജയിക്കണമല്ലോ, അങ്ങനെ ജയിച്ചു. നമ്മൾ ഷുവറായിട്ട് ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുമെന്ന് വിചാരിച്ചു. അതായത് അൻവർ അവിടെയില്ല ഇവിടെ ഇല്ലാത്ത രീതിയിലാണ് അൻവർ നിന്നത്. അപ്പോൾ അൻവറിനെ എല്ലാവരും കൈവിട്ട ഒരു ഇതാണ്. എങ്കിലും അൻവർ ഒരുവിധം വോട്ട് പിടിച്ചെങ്കിലും ആര്യാടൻ ഷൗക്കത്ത് തന്നെ ജയിക്കുമെന്ന് നമുക്ക് നല്ലൊരു ഉറപ്പുണ്ട്. അതിപ്പോഴത്തെ ഭരണത്തിന്റെ ആ മികവാണ് എം സ്വരാജിന്റെ തോൽവി. നിലമ്പൂർ ഇലക്ഷൻ നിർണായകമായ വിധിയെടുത്തായിരുന്നു. ഭരണവിരുദ്ധ വികാരം അലയടിച്ചെന്നാണ് തോന്നുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഇദ്ദേഹം തന്നെ ജയിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായമായിരുന്നു. ആര്യാടൻ ഷൗക്കത്ത് ഇത് അടുത്ത പൊതു തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന ഒരു വിധിയെടുത്തു കൂടെ ആണ്. നല്ല വിജയമാണ്. എല്ലാ UDF ഘടകകക്ഷികളും സഹായിച്ച് ഏറ്റവും നല്ല വിജയമാണ്. 140 സീറ്റും UDF പിടിക്കണം അടുത്ത ഇലക്ഷനിൽ. അൻവറിന്റെ ഭാവി PC ജോർജിന്റെ ഭാവിയല്ല. എം സ്വരാജ് നല്ല പേഴ്സണലി ഈ വ്യക്തിപരമല്ല നമ്മൾ രാഷ്ട്രീയം പറയാം. അത് പ്രകാരം രാഷ്ട്രീയ ഭരണം മാറണം എന്നാണ് പൊതുവെ വികാരം. അൻവർ ഉന്നയിക്കുന്ന പ്രഥമ ദൃഷ്ടിയ ജനകീയ പ്രശ്നങ്ങൾ തന്നെയാണ്, അതിന് തർക്കമൊന്നുമില്ല. പിന്നെ വ്യക്തിപരമായ താല്പര്യങ്ങൾ അതിനകത്തുണ്ടെന്ന് നമുക്ക് വായന വരികൾക്കിടയിൽ വായിക്കാൻ പറ്റും. സാഹു സ്വരാജ് നല്ല രീതിയിൽ നല്ലൊരു കാൻഡിഡേറ്റ് ആയിരുന്നു. അതിനകത്ത് അവിടുത്തെ വർഷങ്ങളായി UDFന്റെ മണ്ഡലമാണ്. കഴിഞ്ഞ പ്രാവശ്യം 2 പ്രാവശ്യം സ്വന്തം അൻവർ നിന്നതുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് കിട്ടിയത്. അപ്പം ഒരിക്കലും ഇടതുപക്ഷത്തിന്റെ ഒരു പരാജയം എന്ന് പറയാൻ പറ്റില്ല. ഉറപ്പായിട്ട് തിരിച്ചു വരും. ഭരണവിരോധ വികാരം എന്തായാലും ഉണ്ടാവും. കാരണം ഒരു 9 വർഷമായിട്ട് തുടർന്ന LDF സർക്കാരല്ലേ. അപ്പോൾ നമ്മൾ തന്നെ ഒരു എന്തിൻ്റെ ഒരു മേഖലയിൽ നമ്മൾ നിൽക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കെതിരൊരു വികാരം വരും, ഒരു തുടർച്ച വരും. അതെന്തായാലും ഉണ്ടാവും, കാണും. അൻവറിനെ ആരോടോ ദേശീയ പക തീർക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്ന പോലെയാണ് അദ്ദേഹത്തിന്റെ അർത്ഥതമല്ല തോന്നിയിട്ടുള്ളത്. നിലമ്പൂരിലെ ഇലക്ഷൻ ഇപ്പോൾ ഭരണപക്ഷത്തിന് നമുക്ക് വിലയിരുത്താൻ പറ്റിയതാണ്. കാരണം അവർ കാണിക്കുന്ന ഈ അക്രമത്തിനും പോലീസിന്റെ തേർവാഴ്ച ഉണ്ടല്ലോ, അതിനൊന്നും പിണറായി ആഭ്യന്തരം വഹിക്കുന്ന ആളാണ്. പക്ഷെ അദ്ദേഹത്തിന് തന്നെ അതിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. സ്വരാജ് നല്ലൊരു വ്യക്തിയാണല്ലോ, പക്ഷെ അതിന് പാർട്ടിയല്ലേ ഇത് മൊത്തം നിയന്ത്രിക്കുന്നത്. അവിടെ BJP ഇല്ലല്ലോ, പിന്നെ ഇങ്ങനെ സ്ഥാനാർത്ഥിയാണ്. അവിടെ BJP കണ്ടല്ലോ വോട്ടിന്റെ പാറ്റേൺ എത്രയാണെന്നുള്ളത്. ജമാഅത്ത് ഇസ്ലാമിയും അതേപോലുള്ള വർഗീയ സംഘടനകളുടെ ഒക്കെ പിന്തുണ UDFന് ഉണ്ടായിരുന്നു. അതിന്റെ ഫലമായിട്ടുള്ള വിജയം തന്നെയാണ്. എം സ്വരാജ് തീർച്ചയായിട്ടും ജയിക്കേണ്ട ഒരു സ്ഥാനാർത്ഥിയാണ്. മാറ്റങ്ങളുണ്ടായിരുന്നു. നല്ലൊരു വ്യക്തിയാണ്. കാരണം നല്ലൊരു വ്യക്തി നല്ല സംസാരിക്കാൻ ശേഷിയുള്ളതും രാഷ്ട്രീയപരമായിട്ടും ആശയപരമായിട്ടും എല്ലാം സംസാരിക്കാനും പ്രവർത്തിക്കാനും കഴിവുള്ള വ്യക്തിയാണ് സ്വരാജാണ് ജയിക്കേണ്ടത്. സ്വരാജ് കേൾക്കാൻ കാരണം ഈ ഗവൺമെന്റിന്റെ ചില വൈകല്യങ്ങൾ കൊണ്ടാണ് ജനങ്ങളുടെ ഇടയിലും ഒന്നും, പ്രത്യേകിച്ച് ഈ ആശാവകരുടെ സമരം ശരിക്കും ഏറ്റിട്ടുണ്ട്. അൻവർ പൊളിവൻ അവനാ ജയിക്കുമ്പോൾ നിയമസഭയിലൊന്നും വരാൻ പാടില്ല. അവനെ പോലുള്ളവനെ നിയമസഭയിൽ കയറ്റാനേ കൊള്ളില്ല. ശരിക്കൊറ്റുകാരൻ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞ തെറ്റെന്ന് പറയാൻ നോക്കില്ല. പൊതുവിലവിടെ ഇപ്പോൾ ഇലക്ഷൻ വരാൻ തന്നെ പാടില്ല. ഇത്രയും ഇതിനെ കുറച്ചുകൂടെ നീട്ടി ഞാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ വെറുതെ പൈസ മുടക്കി അത് ഇങ്ങനെ ഇത്ര കോടിക്കണക്കിന് രൂപ മുടക്കി ചെയ്യേണ്ടത് അത് തന്നെ ഏറ്റവും വലിയ സർക്കാർ ചെയ്ത ഏറ്റവും വലിയ ദ്രോഹമാണ്. എം സ്വരാജ് കഴിവുള്ള സ്ഥാനാർത്ഥിയൊക്കെ തന്നെ, ഞാനൊരു കോൺഗ്രസ്സുകാരനാണെങ്കിൽ പറയുന്നത് എം സ്വരാജ് സ്ഥാനാർത്ഥിയൊക്കെ തന്നെ. പക്ഷേ പാർട്ടി, അതായത് CPM അറിഞ്ഞുകൊണ്ട് ഒരാളെ കൊണ്ട് കുരുതി കിട്ടണം. ഭരണവിരുദ്ധ വികാരം തന്നെ പ്രശ്നം. LDF പിടിച്ച വോട്ടെന്ന് പറഞ്ഞാൽ വർഗീയ കക്ഷികളെയൊന്നും കൂട്ടുപിടിക്കാതെ, വർഗീയ കക്ഷികളെ വോട്ടൊന്നും ഇല്ലാതെ സ്വന്തമായിട്ടുള്ള വോട്ടാണ് പിടിച്ചിട്ടുള്ളത്. എം സ്വരാജ് ജയിക്കേണ്ട ഒരാളാണ്, നല്ലൊരു വ്യക്തിയാണ്, ജയിക്കേണ്ട ആളാണ്. അവിടെ വർഗീയതയല്ലേ നടന്നത്. 3ാം പിണറായി സർക്കാർ തന്നെ അധികാരത്തിൽ വരും, അതിനൊരു മാറ്റവും ഇല്ല. ജയിക്കേണ്ട സ്ഥാനാർത്ഥി ജയിച്ചു. ഷൗക്കത്ത് ജയിക്കേണ്ട സ്ഥാനാർത്ഥി. കാര്യം അയാളെ അച്ഛൻ്റെ സീറ്റാണത്.
ആ ആര്യാടൻ മുഹമ്മദിൻ്റെ സീറ്റാണത്. അത് പറഞ്ഞുതരാം. പി വി അൻവർ എന്ന് പറഞ്ഞത് രാഷ്ട്രീയം വെച്ച് അയാൾ ഒന്ന് കളിക്കാൻ നോക്കി, അത് ഇപ്രാവശ്യം അങ്ങ് തോറ്റു. അൻവർ ജയിക്കേണ്ട ആളാണ്. LDFന് വോട്ട് കുറവെന്ന് പറയാൻ പറ്റത്തില്ല, കൂടുതൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കൂടുതലാണ്. കറണ്ട് പോലും കിട്ടുന്നില്ല, പിന്നെയാണ് ഇനി ഇവർ ഭരിച്ചിട്ട് കാര്യം ചെയ്യാൻ. ആര് ഭരിച്ചാലും ഗുണമില്ല. നിലമ്പൂർ ഇലക്ഷനെ പറ്റി അറിഞ്ഞില്ല? നമ്മൾ ഒന്നും അറിഞ്ഞിട്ടില്ല. ഒന്നും അറിഞ്ഞില്ല. യാത് മന്ത്രി വന്നാലും യാത് ആര് വന്നിരുന്നാലും അവരവർ പാട് കേട്ടാലേ തിന്നാൻ പറ്റുള്ളൂ, അത് കണക്ക് വേറെ. പക്ഷേ ജയിക്കണവരാരും ഒന്നും തരുമെന്നും പറഞ്ഞാൽ അവർ ജയിച്ചു വിടണ്ട, അതാണ് പറയണത്. നമുക്ക് ആരും നല്ലത് ചെയ്യണില്ല, നല്ലത് ചെയ്യണവര് നമുക്ക് തിരഞ്ഞെടുക്കും. ഞങ്ങൾക്ക് പേരും ഒരു ആരുടെയും മന്ത്രികളെ അറിയില്ല. ഞങ്ങൾ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്. ഞങ്ങൾക്ക് ഈ കോൺഗ്രസ് ഭരണം വന്നതിൽ വലിയ സന്തോഷമുണ്ട്. എപ്പോഴും ഒരേ ഇതിൽ ഒരാളുകൾ ഇരിക്കാൻ പാടില്ല. നമ്മളെ ഇടത് പോയി അത്രേ ഉള്ളൂ. അതായത് സുരാജ് നല്ലൊരു വ്യക്തിയാണ്. അൻവർ രാജിവെച്ച് പോയത് എല്ലാവർക്കും അറിയാമെന്നുള്ളത്. എന്തിനു പിന്നെ അവിടെ വന്ന് വീണ്ടും കയറി നിന്നു? മറ്റവൻ കൊണ്ട് വർഗീയ ശക്തികളുടെ വോട്ട് വാങ്ങിച്ച് വിജയിച്ചു എന്നുള്ളതാണ് അഭിപ്രായം. ജയിച്ചാൽ സന്തോഷം, അഹങ്കാരമില്ല. സ്വരാജ് ചേട്ടൻ നല്ല വ്യക്തിയാണ്, വ്യക്തിപരമായി നല്ല വ്യക്തി തന്നെയാണ്. അവരും തെറ്റ് തിരുത്തണം. രാഷ്ട്രീയത്തിൽ എപ്പോഴും വേണ്ടതെന്ന് വെച്ചാൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ മാറാൻ സാധിക്കട്ടെ, ഏത് പാർട്ടി വന്നാലും. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്, അതുകൊണ്ട് കോൺഗ്രസ് ജയിച്ചാൽ സന്തോഷം. നമുക്ക് അവർ വലിച്ചാലേ ഒരു ചെയ്യും, നമ്മളെ സംബന്ധിച്ച് വരില്ല ഒരുപോലെ. പി വി അൻവർ ഉണ്ടായിരിക്കാം. സ്വരാജിന് കിട്ടിയുള്ള വോട്ടല്ല, രണ്ട് സ്പ്ലിറ്റ് ആയിപ്പോയി. നല്ല വ്യക്തിയാണ് സ്വരാജ്, നല്ല വ്യക്തിയാണ്. ഷൗക്കത്ത് വർഗീയമായിട്ടുള്ള വോട്ട് ചെയ്യുന്നവർക്ക് കൂടുതൽ കിട്ടും. സ്വരാജാണ് ജയിക്കേണ്ട യഥാർത്ഥ സ്ഥാനാർത്ഥി. പിന്നെ വോട്ടെല്ലാം സ്പ്ലിറ്റ് ആയിപ്പോയി.